ഫ്രണ്ട്സ് ഞാടെ ഇല്ല അറിയാം കാഞ്ഞങ്ങാട്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിക്ക് വന്നേട്ടാ ഞാനും പ്രൈത്തായിട്ടും നമ്മുടെ പ്രജിത്ത് കുഞ്ഞിമംഗലം. അപ്പോൾ കാഞ്ഞങ്ങാട് വന്നു വെച്ചാൽ നമുക്ക് പ്രോഗ്രാം ചെറുത്തൂര കേട്ടോ. അപ്പോൾ പ്രൈത്താടം പറഞ്ഞാൽ നമ്മളൊരു ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട് ഇന്ന് മഗ്‌രിബിന് 6 മണിക്ക്. കാഞ്ഞങ്ങാട് ഒരു ഷോപ്പ് ഓപ്പൺ ആവുന്നുണ്ട്, നമുക്ക് അവിടത്തേക്ക് പോകാം കേട്ടോ. അവിടെ നിന്ന് നമുക്ക് നേരെ പ്രോഗ്രാമിന് പോകാം. അങ്ങനെ വന്നയാ. അപ്പോൾ ഇവിടെ വരുമ്പോൾ സെറ്റപ്പ് ആണെന്ന് IFC കേട്ടോ, IFC ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ 6 മണിക്ക് ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഒരു ഭയങ്കര തിരക്ക് കേട്ടോ. ഭയങ്കര ഓർഡറായിരുന്നു, ഓർഡർ. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി ആൾ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ആളുണ്ട്. ആ ഷോപ്പ് കാണിച്ചു തരാം. ഇതാ ഷോപ്പ് IFC ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ. അല്ല തിരക്ക്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് കുറഞ്ഞതാ തിരക്ക്. നല്ല ആൾക്കാരായിരുന്നു. ലൊക്കേഷൻ കാണണം ഒന്നുമില്ല, ഇതാ ഷോപ്പ് വരുന്നു. ലൊക്കേഷൻ കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡെല്ലാം അടുത്ത് തന്നെ കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ മാറിയിരിക്കുക. ഇപ്പോൾ ഒന്ന് കുറച്ച് സമയം ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈത്തായിട്ട്. എന്തായാലും ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പുതിയ സ്ഥാപനം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ഇന്ന് ഓപ്പൺ ആയിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഔട്ട്ലെറ്റുകളാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പിന്നെ എസ്പെഷ്യലി നമ്മളോട് കഴിച്ചണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം നമ്മൾ പല ബ്രോസ്റ്റർ ചിക്കനും കഴിച്ചിട്ടുണ്ടാവും, അതിലില്ലാത്ത ടേസ്റ്റും അതിൻ്റെ ആ ഒരു ക്രിസ്പിയും ഈ IFC അല്ലാതെ വേറെ എവിടെയില്ല. അതുകൊണ്ട് IFC എവിടെ ഉണ്ടെങ്കിലും ഇങ്ങൊന്ന് ട്രൈ ചെയ്യണം. IFC അല്ലേ, ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ. ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തിരക്ക്, നല്ല തിരക്കായിരുന്നു. ഇനാഗ്രേഷൻ ഡേ ആണ്, പക്ഷെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. ഒരാൾ ഓർഡർ ചെയ്തിട്ട് ആളുണ്ടാക്കലേ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരുന്നു. 6 മണിക്കാണ് ഇന്ന് ഓപ്പൺ ആയത്, ഇനോഗ്രേഷൻ കഴിഞ്ഞത്. അപ്പോൾ 6 മണി ഇതൊരു ഭയങ്കര ആളായിരുന്നു, ഭയങ്കര ഓർഡറായിരുന്നു. ഭക്ഷണം കഴിച്ചു നല്ല ടേസ്റ്റ് ഒക്കെ. ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത് അല്ലേ. നല്ല പീസാണ്, ചെറിയ പീസ് ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ. മസാലയുടെ മസാല ഓർഗാനിക്കായ മസാല മാത്രമേ അല്ലേ, ഒരു എക്സ്ട്രാ ഒന്നും ഇടുന്നില്ല. ഞാൻ മുട്ട പോലുള്ള സംഭവങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ടേസ്റ്റ്. ഇനി അതുമാത്രമല്ല, ഒരുപാട് പ്രവാസികൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് കുറേ വർഷം വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. കാരണം ഇദ്ദേഹം ഏകദേശം 25 വർഷം ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിലെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് പറഞ്ഞു. റൂമും കാര്യങ്ങളൊക്കെ അവരെടുത്തു. ബാക്കി ഇതിൻ്റെ ഉള്ള കിച്ചൺ എക്യുപ്മെൻറ്റ്സും ഈ സ്റ്റാഫിനെ വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് വേണ്ടുന്ന ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്ത് ഒരുപാട് 24ഓളം ഡിഷസ് ഉണ്ട്. ഇപ്പം ബ്രോസ്റ്റഡും പോലെ ചിക്കൻ മൊസാണ്ട, അതുപോലെ മിഷൻ ഇല്ലാത്ത ഷവർമ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാം, വലിയ മുടക്കമുതലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് ഇപ്പോൾ പ്രവാസികളോ അല്ലെങ്കിൽ ഒരു സ്വന്തം സ്ഥാപനം ആരെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അഷ്റഫിനെ കോൺടാക്ട് ചെയ്തോളും. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു സംരംഭം ഓപ്പൺ ചെയ്യാം അല്ലേ. കാരണം വലിയ ലക്ഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വലിയ വലിയ മൾട്ടി ബ്രാൻഡ് കമ്പനി വലിയ ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നത്. ഇതത്ര അങ്ങനെ വലിയ സംരംഭം ഇതൊന്നുമില്ല. ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവം. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ത് പ്രോഗ്രാം? നെക്സ്റ്റ് ഇന്ന് പൈനൂർ സ്വരരാഗ് ഓർക്കസ്ട്രയുടെ നമ്മുടെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 9 തിളങ്ങിയ ഒരാളുണ്ട്. ബൽറാം നയിക്കുന്ന ഒരു ഗാനമേളയാണ്. ഗാനമേളയിൽ
ഞാൻ അവതാരകനായിട്ടുണ്ട്. നമ്മളങ്ങോട്ടേക്ക് പോകും. ഇനി നമുക്ക് അങ്ങോട്ട് ഇത് കഴിച്ചായിട്ട് അങ്ങോട്ട് പോകാം. ഓൾറെഡി 8:30 തുടങ്ങി. നമ്മൾ ഏകദേശം സമയമായി. അവിടെ നിന്ന് ഒരു കോൾ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ അരമണിക്കൂറിൽ എത്തുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റേ വേണ്ടു. അവിടെ പോയി കഴിഞ്ഞൊന്ന് ജസ്റ്റ് സെറ്റായി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ കയറാം. ഗ്ലൗസിൽ കൂടാ. ഓക്കെ, നൈസ് കേട്ടോ, മോശമില്ല. അപ്പോൾ കഴിച്ച് നോക്കട്ടോ. IFC ഇറ്റാലിയൻ ഫ്രൈഡ് ചിക്കൻ ഒന്ന് കഴിച്ച് നോക്ക്. ഓക്കെ, കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നേരെ നമ്മൾ പിടിയാട്ടോ ഇവിടുന്ന്.